ഈ ആവശ്യത്തിന് വരുന്ന ആളുകളിൽ നിന്ന് ഷെയറിട്ട് പണം പിരിക്കുന്ന അവസ്ഥയിലേക്ക് ഈ ഡോക്ടർമാരെ ഇവർ കൊണ്ടുപോവുകയാണ്. അത് നാളെ വല്ല വിജിലൻസ് അന്വേഷണവും വന്നാൽ അതുമൂലമുണ്ടാകുന്ന ചീത്തപ്പേരും അപമാനഭയവും മറികടന്നിട്ടും അത് ചെയ്യേണ്ടി വരുന്നത് വേദന കൊണ്ട് പൊളഞ്ഞു വരുന്ന ഒരു രോഗിക്ക് ആശ്വാസം കൊടുക്കാൻ 8 മാസം അപ്പുറമുള്ള ഡേറ്റ് എഴുതി കൊടുക്കേണ്ട അവസ്ഥ അവർക്ക് വന്നു ചേർന്നതിന്റെ പേരിൽ അങ്ങനെ ചെയ്തു നോക്കി. PF-ന്റെ പെൻഷൻ കിട്ടുന്ന പൈസ ഇതിനുവേണ്ടി നീക്കിവെച്ച് അവിടുന്ന് റിട്ടയർ ചെയ്ത ഒരു ഡോക്ടറെ പറ്റി ഇപ്പൊ നമ്മൾ വായിക്കാനിടയായി ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ. അവസാനം ശമ്പളത്തിൽ നിന്ന് കിട്ടുന്ന പണം കൊണ്ട് അയാൾ തന്നെ പറയുന്നു, ടൂർ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഞാനിപ്പോ പോവാറില്ല, എന്നെ കൊണ്ടാവുന്ന തരത്തിൽ ഈ പൈസ ഈ കാര്യങ്ങൾ ഇതിനു വേണ്ടി നീക്കിവെക്കുന്നു എന്ന് ആ ഡോക്ടർ പറഞ്ഞു വെച്ചെടുത്ത് ഒരു ലേശം മനസാക്ഷി ഈ ഗവൺമെന്റിന് ഇല്ലാതെ പോയി എന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒരു മനസാക്ഷിയില്ല, ഒരു മനസാക്ഷി കുത്തില്ല, ഒരു സൂചി വാങ്ങാൻ പണം കൊടുക്കാനില്ല. പക്ഷെ ഇവരുടെയൊക്കെ PR വർക്ക് നടത്താൻ മാസം ശമ്പളം കൊടുക്കാൻ, ഞാൻ പറയുന്നു മുഖ്യമന്ത്രിയുടെ ഫേസ്ബുക്ക് പോസ്റ്റിൽ ഇടുന്നവന് മാസം 78,000 കൊടുക്കാനുണ്ട്. അതുകൊണ്ട് 2 സൂചി 40 50 തവണ ഉപയോഗിച്ചാൽ 100 രോഗികൾക്ക് ആശ്വാസം കൊടുക്കാൻ കഴിയുമായിരുന്നു എന്നുള്ളത് പോലും മറക്കുന്ന ഒരു ഭരണകൂടത്തിന്റെ മുമ്പിൽ ആ ഡോക്ടർ പിന്നെ എന്താണ് ചെയ്യേണ്ടത്? അയാൾ പിന്നെ എന്താ ചെയ്യേണ്ടത്? ഒരു രോഗി, ഞാൻ സത്യം പറയും, ഇതിന്റെ വേദന എന്താണെന്നുള്ളത് അനുഭവിച്ചറിഞ്ഞവരാണ് പലർ, ഈ പ്രസംഗിക്കുന്ന ഞാൻ ഉൾപ്പെടെ. അങ്ങനെ വരുന്ന ഒരാളോട് 8 മാസം കഴിയട്ടെ, 9 മാസം കഴിയട്ടെ, 6 മാസം കഴിയട്ടെ, അല്ലെങ്കിൽ പൈസ പിരിച്ചിട്ട് വാ, അല്ലെങ്കിൽ രോഗികളുമായി ഷെയർ പിരിച്ചിട്ട് വാ. സാറേ, രോഗിയാണ്, ബിവറേജിന്റെ മുമ്പിൽ നിൽക്കുന്നവനല്ല. പാവപ്പെട്ട രോഗി വേദന കൊണ്ട് വരുന്നവനാണ്. ഷെയറിട്ട് പിരിച്ചിട്ട് ഇത് വരാൻ പറയാൻ, ഓപ്ഷൻ തരയാൻ, ആളെ തരയാനുള്ള അവസ്ഥ ഇവിടുത്തെ ജനങ്ങൾക്ക് ഉണ്ടാക്കി കൊടുത്ത നിങ്ങള് നമ്പർ 1 എന്ന് തള്ളി മറിച്ചിട്ട് ഈ പാവപ്പെട്ട രോഗിയുടെ അവസ്ഥ ഈ തലത്തിലേക്കാക്കി മാറ്റിയതിന് വല്ല ന്യായീകരണം പറയാനുണ്ടോ? എന്ത് പറഞ്ഞാലും റിപ്പോർട്ട് തേടിയിട്ടുണ്ട്, ഇടപെടാൻ പറഞ്ഞിട്ടുണ്ട്. ഇതല്ലേ നിങ്ങളുടെ മറുപടി? പരമാവധി ഈ മെഡിക്കൽ കോളേജിൽ ഉണ്ടാകുന്ന അവസ്ഥകളെ സംബന്ധിച്ച് എത്ര DCC പ്രസിഡന്റ് ഇവിടെ പറഞ്ഞു, എത്ര വേദനയോടെ പറഞ്ഞത്. ഞാൻ ഇപ്പൊ രാവിലെ ഇങ്ങനെ വരുമ്പോ രാവിലെ വിഷ്ണുവട്ടം വിളിക്കുക, PC വിഷ്ണുനാഥ്. കുണ്ട്രയിൽ ഒരു കോളനിയിൽ 25 പേർക്ക് മഞ്ഞപ്പിത്തം ബാധിച്ചു. ഒരു കോളനിയിലെ 25 പേർക്ക് മഞ്ഞപ്പിത്തം ബാധിച്ചിട്ട് ഇവരെല്ലാം ജില്ലാ ആശുപത്രിയിലേക്ക് പോയി. നിങ്ങള് രോഗികളുടെ എണ്ണം കൂടുമ്പോ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, സ്വകാര്യ ആശുപത്രിയിൽ കൊടുക്കാൻ പണം തികയുന്നില്ല, പണമില്ല, കടം മേടിക്കാൻ പോലും കഴിയുന്നില്ല, പണയം വെച്ച് ചികിത്സിക്കാൻ കഴിയുന്നില്ല. ഗതികെട്ടിട്ടാണ് ഇവിടെയും വരുന്നത്. ഞാനിവിടെ കഠിനാധ്വാനം ചെയ്യുന്ന പാവപ്പെട്ട ഡോക്ടർമാരെ തള്ളി പറയുന്നില്ല. ഇവിടുത്തെ സ്റ്റാഫിനെ, ഇവിടുത്തെ കാര്യങ്ങൾ പാവപ്പെട്ടവരുടെ മുമ്പിൽ തങ്ങളാലാവും വിധം കഠിനാധ്വാനം ചെയ്യുന്ന ഈ പാവപ്പെട്ട ആളുകളെ അവരോടുള്ള എല്ലാ ബഹുമാനവും ആദരവും വെച്ചിട്ട് തന്നെയാണ് പറയുന്നത്. പക്ഷെ കൊടുക്കാൻ പൈസ ഇല്ലാതെ ഇവിടുന്ന് വരുന്നവന്റെ മുമ്പിൽ, നേരത്തെ ഇവിടെ സൂചിപ്പിച്ചല്ലോ, നോട്ട് അവൈലബിൾ. ഒരു മരുന്നിന് വേണ്ടി ലിസ്റ്റ് എഴുതി കൊടുത്തു കഴിഞ്ഞാൽ നോട്ട് അവൈലബിള്. DHSന്റെ സൊസൈറ്റിയിൽ നിന്ന് എഴുതി കൊടുക്കുന്നത് അധികം നോട്ട് അവൈലബിളാ. പുറത്തുപോയി വാങ്ങിക്കൊടുക്കാൻ ഞാൻ പറയുന്നു. കേരളത്തിലെ ഭരണത്തിന്റെ അവസ്ഥയും അതാണ്, നോട്ട് അവൈലബിൾ. കേരളത്തിൽ ഇപ്പൊ ഒരു ഭരണമില്ല എന്നുള്ളത് ഈ സംഭവങ്ങൾ വ്യക്തമാക്കുകയാണ്. കുടുംബ താൽപര്യങ്ങൾ സംരക്ഷിക്കുന്നതിനപ്പുറം ജനങ്ങളുടെ താൽപര്യങ്ങൾ സംരക്ഷിക്കുന്ന ഒരു ഭരണം കേരളത്തിൽ ഇപ്പൊ ഇല്ല. ഈ നോട്ട് അവൈലബിളും കൊണ്ട് ഇൻഷുറൻസ് കിട്ടുന്നവന്റെ ആനുകൂല്യം കിട്ടുന്നവൻ, ട്രൈബലായിട്ടുള്ളവരുടെ ആനുകൂല്യം കിട്ടുന്നവൻ, ലോക്കൽ പർച്ചേസിന്റെ സ്കീമിൽപ്പെടുന്നവർ, അതിലൊന്നും ഈ സാധനം കിട്ടാതെ ആളുകൾ പുറത്തേക്ക് നെട്ടോട്ടം ഓടേണ്ടി വരുന്നു. കോടിക്കണക്കിന് രൂപ വിതരണക്കാർക്ക് കൊടുക്കാനുണ്ട്. അപ്പൊ ഈ 25 കുടുംബം, 25 ആൾക്ക് ഒരു കോളനിയിൽ മഞ്ഞപ്പിത്തം ബാധിച്ചിട്ട് അവർ ജില്ലാ ആശുപത്രിയിൽ പോയി. നിങ്ങൾ ആലോചിച്ച് നോക്കുക, ജില്ലാ ആശുപത്രിയിൽ പോയി, എന്നിട്ട് അതിൽ 2 കുട്ടികൾക്ക് 3 കുട്ടികൾക്ക് രോഗം മൂർച്ഛിച്ചു. അവരെ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയി. 19ഉം 17ഉം വയസ്സുള്ള 2 പെൺകുട്ടികൾ മഞ്ഞപ്പിത്തം ബാധിച്ച് തിരുവനന്തപുരത്ത് മെഡിക്കൽ കോളേജിൽ മരണപ്പെട്ടു. തിരുവനന്തപുരത്തെ മെഡിക്കൽ കോളേജിൽ മരണപ്പെട്ട് 3ാമത്തെ കുട്ടിക്ക്
13 വയസ്സുള്ള ആൺകുട്ടിക്കും രോഗം മൂർച്ഛിച്ചു. ഇതറിഞ്ഞ കുണ്ടറയുടെ MLA PC വിശ്വനാഥ് അദ്ദേഹം ആ ആശുപത്രിയിലേക്ക് പോയി. ആ കുടുംബത്തെ ബന്ധപ്പെട്ടു. സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറാൻ പൈസയില്ല. 2 കുട്ടികളും മരണപ്പെട്ട, മഞ്ഞപ്പിത്തം ബാധിച്ച് മരണപ്പെട്ട തിരുവനന്തപുരത്ത് മെഡിക്കൽ കോളേജിൽ തന്റെ 3ാമത്തെ കുട്ടിയെയും നോക്കേണ്ടി വരുന്ന ഒരു രക്ഷിതാവിന്റെ മനസ്സ് തിരിഞ്ഞു നോക്കാൻ ഈ ഗവൺമെന്റിൽ ആരും ഉണ്ടായില്ല. MLA അവിടെ ചെന്ന് ആ ചികിത്സ ഏറ്റെടുത്ത് ആ കുട്ടിയെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി ആ കുട്ടിയുടെ ജീവൻ രക്ഷിച്ചു. ആ ചികിത്സാ ചെലവ് നോക്കിക്കോളാന്ന് പറഞ്ഞു. ഗവൺമെന്റിൽ നിന്ന് എന്തെങ്കിലും ഒരു നടപടി, ഇത്ര ഗുരുതരമായ സാഹചര്യം വന്നിട്ട് ഗവൺമെന്റിൽ നിന്ന് എന്തെങ്കിലും നടപടി അവിടെ ഉണ്ടാവുന്നില്ല. ഇവിടെ ഇപ്പൊ ഞാൻ ചോദിക്കും, ഇപ്പൊ എന്നോട് ഇവിടുന്ന് പറഞ്ഞതാ, ഇവിടെ മെഡിക്കൽ കോളേജിൽ MRI യൂണിറ്റ് ഇല്ല. കോഴിക്കോട്ടെ മെഡിക്കൽ കോളേജിൽ ഇപ്പൊ പ്രവർത്തിക്കുന്ന ഒരു MRI യൂണിറ്റ് ഇല്ല എന്നുള്ളത് ഇപ്പൊ വേദിയിൽ നിന്ന് ഇവിടെ പ്രിയപ്പെട്ടവരെന്നെ അറിയിച്ചു. അപ്പൊ അവിടുന്ന് വരുന്നവരെവിടേക്ക് അയക്കുന്നത്? KHRWSലേക്ക് പോകാൻ പറയുന്നു. 5 ഇല്ല. ഞാൻ ചോദിക്കുന്നത്, എങ്ങനെയാണ് ഇതിനൊരു രോഗി ഡിപ്പെൻഡ് ചെയ്യേണ്ടത്? ഒരു രോഗി എങ്ങനെ അവിടെ ഡിപ്പെൻഡ് ചെയ്യേണ്ടത്? ICUവിൽ ഒരു പ്രിയപ്പെട്ട സഹോദരി പീഡിപ്പിക്കപ്പെട്ട മെഡിക്കൽ കോളേജായിട്ട് ഇവിടെ മാറിയപ്പോ ആ സഹോദരിക്ക് അനുകൂലമായി മൊഴി കൊടുത്തതിന്റെ പേരിൽ ഒരു സിസ്റ്ററെ സ്ഥലം മാറ്റിയ, ട്രാൻസ്ഫർ ആക്കിയ നാടുകെട്ട ഗവൺമെന്റാണ് കേരളത്തിൽ അധികാരത്തിലിരിക്കുന്നത് എന്ന് പറയാതിരിക്കാൻ പറ്റുമോ? ICUവിൽ ജീവൻ രക്ഷിക്കാൻ വരുന്നവരുടെ മാനം കവരുന്ന അവസ്ഥയിലേക്ക് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ അവസ്ഥകൾ മാറുമ്പോ അതിൽ മൊഴി കൊടുത്ത സിസ്റ്ററുടെ ട്രാൻസ്ഫർ ഓർഡർ ഒപ്പിടാൻ കാത്തിരിക്കുന്നവരുടെ എക്സിറ്റ് ഓർഡർ കേരളത്തിലെ ജനങ്ങൾ ഒപ്പിട്ട് കഴിഞ്ഞിരിക്കുന്നു എന്ന കാര്യത്തിന് ഒരു സംശയവും വേണ്ട. നിലമ്പൂരിൽ കണ്ടത് അത് തന്നെയാ. നിലമ്പൂരിലെ ഞങ്ങളുടെ ജയം അത് പരിപൂർണമായും ഈ ഗവൺമെന്റിനോടുള്ള വിയോജിപ്പാണ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. നിങ്ങളുടെ ചിഹ്നത്തിൽ നിങ്ങൾ മത്സരിച്ചിട്ട് നിങ്ങളുടെ സ്ഥാനാർത്ഥിയെ സംബന്ധിച്ച് നിങ്ങളും നിങ്ങളുടെ സ്പോൺസേഡ് നാവുകളും തള്ളിമറിച്ചിട്ട് അവിടെ 11,000-ലധികം വോട്ടിന് ആര്യാടൻ ഷൗക്കത്ത് വിജയിച്ചിട്ടുണ്ടെങ്കിൽ അത് മറ്റൊരു ഘടകത്തിന്റെയും പേരിലല്ല. ഏത് പഞ്ചായത്ത് നിങ്ങളെടുത്തോ, കരുളായിൽ പോലും CPM ലീഡ് ചെയ്തത് 100 വോട്ടിനാണെന്ന് പറയുമ്പോ എല്ലാ പഞ്ചായത്തിലും മുനിസിപ്പാലിറ്റിയിലും ഒരുപോലെ ഉയർന്നു നിന്ന വികാരം ഭരണവിരുദ്ധ വികാരമാണ് എന്നുള്ളത് തിരിച്ചറിയാൻ നിങ്ങൾക്ക് കഴിയില്ല എന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. കാരണം നിങ്ങളുടെ ശ്രദ്ധ അതിലൊന്നുമല്ല. ആ കുടുംബത്തിന്റെ താല്പര്യങ്ങൾക്ക് അപ്പുറത്തേക്ക് നിങ്ങൾക്കൊന്നുമില്ല എന്നുള്ളത് കാര്യം ഒരു സംശയം വേണ്ട. ഇവിടുത്തെ പ്രശ്നം ആദ്യമായിട്ട് ഉണ്ടാകുന്നതാണോ? രാഘവേട്ടൻ നിരവധി സമരം നടത്തിയിട്ടില്ലേ? DCC നിരവധി സമരം നടത്തിയിട്ടില്ലേ? രാഘവേട്ടൻ ഇവിടെ നിരാഹാരം കിടന്നിട്ടില്ലേ? ഇവിടുത്തെ ചികിത്സയുടെ ഉപകരണങ്ങളുടെ പേരിൽ, മരുന്നിന്റെ പേരിൽ, സാധാരണ രോഗികൾക്ക് അത് നിഷേധിക്കുന്നതിന്റെ പേരിൽ ഇവിടുത്തെ MP ഇതിന്റെ മുന്നിൽ നിരാഹാരം കിടന്നിട്ടില്ലേ? ആ തീപിടുത്തം കഴിഞ്ഞിട്ട് ആ കാഷ്വാലിറ്റി യൂണിറ്റിന്റെ കാര്യം ഇതുവരെ എന്തായി എന്നുള്ളത് ഇവിടുത്തെ ജനങ്ങളോട് ഇവർക്ക് പറയാൻ സാധിക്കുന്നുണ്ടോ? കേരളത്തിലെ ഏത് മെഡിക്കൽ കോളേജും ഏത് ആശുപത്രിയും ജീവൻ രക്ഷിക്കാൻ പോകുന്നവൻ അവൻ ഇൻഷുർഡ് അല്ല. അവിടെ ചെന്നിട്ടുള്ള ജീവനും കൂടെ പോവൂ എന്ന് ഭയപ്പെടേണ്ട അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറുകയാണ്. അത് ഈ ഗവൺമെന്റ് തിരിച്ചറിയുന്നുണ്ടോ? ഇവിടെ ഒരു പ്രീസിഡന്റ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. കേരളം ഒന്നാമതാണെന്ന് പറഞ്ഞാൽ മതി എന്നുള്ളത്. ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക, അടിസ്ഥാന ആരോഗ്യ മേഖലയിൽ കേരളത്തിന് എന്തെങ്കിലും നേട്ടമുണ്ടെങ്കിൽ അത് ഇക്കഴിഞ്ഞ 9 വർഷം കൊണ്ട് ഉണ്ടായതല്ല. അത് കേരളം കാലാകാലങ്ങളായി ഉണ്ടാക്കിയെടുത്തിട്ടുള്ള നേട്ടമാണ്. അതിന്റെ PR സാധ്യതകൾ തേടുമ്പോ ഇവിടുത്തെ ജീവൽ പ്രശ്നങ്ങളെ പാടെ അവഗണിച്ചുകൊണ്ട് ആ PR എക്സസൈസിൽ കിട്ടുന്ന അഡ്വാൻറ്റേജും അതുവഴി ക്രിയേറ്റ് ചെയ്യുന്ന പെർസെപ്ഷനും മാത്രം മതി എന്നുള്ള ചിന്ത ഈ കഴിഞ്ഞ 9 വർഷമായിട്ട് കേരളത്തിന്റെ ആരോഗ്യ വകുപ്പിനെ പിടികൂടിയിരിക്കുന്ന ഗുരുതരമായ രോഗമാണ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. ആരോഗ്യ വകുപ്പിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അജണ്ട രോഗികളുടെ ക്ഷേമമല്ല, ഇവിടുത്തെ ജീവനക്കാരുടെ അവരുടെ കാര്യങ്ങളല്ല, ആശുപത്രികളുടെ വികസനമല്ല. ഇവിടുത്തെ ആരോഗ്യ വകുപ്പിനെ പിടികൂടിയിരിക്കുന്ന മാറാരോഗം
PR അഡിക്ഷൻ ആണ് എന്നുള്ളത് പറയാതിരിക്കാൻ കഴിയില്ല. അതാണ് മന്ത്രിതലത്തിൽ നിൽക്കുന്ന ആളുകൾ അവര് കാണിച്ചു കൊടുത്തിരിക്കുന്ന മാതൃക. അത് പിൻപറ്റാനാണ് 5 വർഷത്തിന് ശേഷം വന്ന പുതിയ ആളും ശ്രമിച്ചത്. അതിനപ്പുറം ജനങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാക്കാനല്ല. അതുകൊണ്ട് ഇത് ഒരു ജീവൽ പ്രശ്നമായിട്ടാണ്. ഇത് കേവലം ഒരു രാഷ്ട്രീയ സമരമല്ല. ചികിത്സാ രംഗത്ത് പണം ചെലവഴിക്കുന്ന സംസ്ഥാനങ്ങളിൽ ഗവൺമെന്റ് തലത്തിൽ ചെലവഴിക്കുന്നത് 32.5% കേരളത്തിൽ. നിങ്ങൾ ഓർക്കണം, 32%. തമിഴ്നാട്ടിൽ അത് 52% സർക്കാർ ആരോഗ്യ മേഖലയിൽ ചെലവഴിക്കുന്ന പണം. കർണാടകയിൽ അത് 43%. ആസാമിൽ അത് 64%. ഹിമാചൽ പ്രദേശിൽ അതിൽ 57%. ഒന്നാമതാണ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ സർക്കാരിന്റെ ഇൻവോൾവ്മെന്റ് കുറഞ്ഞു വരികയാണ്. സർക്കാർ ഇതിന്റെ ബജറ്റ് വിഹിതങ്ങൾ വെട്ടിക്കുറയ്ക്കുകയാണ്. സർക്കാർ ബജറ്റിൽ പ്രഖ്യാപിച്ച തുക പോലും മെഡിക്കൽ കോളേജുകളുടെ വികസനത്തിന് വേണ്ടി എല്ലാ വർഷവും ഉപയോഗിക്കുന്നില്ല എന്ന കണക്കുകളും കഴിഞ്ഞ ദിവസം പുറത്തു വന്നു. മാധ്യമങ്ങൾ തന്നെ കാര്യങ്ങൾ പുറത്തു കൊണ്ടുവന്നു. മന്ത്രി തന്നെ ബജറ്റ് വീതത്തെ സംബന്ധിച്ച് പറഞ്ഞത് മാധ്യമങ്ങൾ പുറത്തു കൊണ്ടുവന്നു. അപ്പൊ പിന്നെ ഇവരുടെ പ്രയോറിറ്റി എന്താണ്? ജീവൻ രക്ഷിക്കാൻ വരുന്നവന്റെ ഒരു സാധാരണക്കാരന്റെ മുഖം ഇവരുടെ മുൻഗണനാ പട്ടികയിൽ ഒന്നാമെന്ന് നിൽക്കുന്നില്ലെങ്കിൽ കാരുണ്യ ഉൾപ്പെടെയുള്ള പദ്ധതികളെ അട്ടിമറിക്കാൻ മാത്രം താൽപര്യം കാണിക്കുന്നവർക്കെതിരെ ഈ നാടിന്റെ ജനരോഷമാണ് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ഇവിടെ ഏറ്റെടുത്തിരിക്കുന്നത്. അതാണ് KPCCയുടെ ആഹ്വാനം പ്രകാരം കേരളത്തിന്റെ മുഴുവൻ മെഡിക്കൽ കോളേജുകളുടെ മുമ്പിലും ഏറ്റെടുക്കുന്നത്. പിണറായി വിജയന്റെ ഭരണം കേരളത്തിലെ ജനങ്ങൾക്കൊരു ബാധ്യതയായി മാറിയിരിക്കുന്നു. ആരോഗ്യമന്ത്രി അനാരോഗ്യമന്ത്രിയായി മാറിയിരിക്കുന്നു. ജനങ്ങളുടെ മുമ്പിൽ അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താൻ കഴിയാത്ത ഒരു വകുപ്പായി മാറിയിരിക്കുന്നു. വകുപ്പിനെയും മന്ത്രിയെയും PR അഡിക്ഷൻ എന്ന മാറാരോഗം അത് പിടിപെട്ടിരിക്കുകയാണ്. ആ രോഗം ഇവർക്ക് മാറുമെന്ന് കരുതുന്നില്ല. കാരണം അതാണ് തന്റെ നിലനിൽപ്പെന്ന് തിരിച്ചറിഞ്ഞ ഒരാളാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി ഭരിക്കുന്നത്. ആ സന്ദേശം തന്നെയാണ് പൊതുമരാമത്ത് വകുപ്പിലേക്കും നടക്കുന്നത്. നിങ്ങൾക്കറിയാം, ഈ കൂരിയാട് തകർന്നടിഞ്ഞ പാലത്തിന്റെ പ്രദേശം ഒന്ന് സന്ദർശിക്കാൻ പോലും കേരളത്തിന്റെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിക്ക് സമയവും താൽപര്യമില്ലാത്തതുപോലെ ഇവിടുത്തെ വേദനകൾക്ക് പരിഹാരം കണ്ടെത്താൻ ആരോഗ്യ വകുപ്പിനും താൽപര്യമില്ല. വിഷബാധ ഏൽക്കാതിരിക്കാൻ വാക്സിന് വേണ്ടി കരയുന്ന ആളുകൾ ആദ്യം പറഞ്ഞു വാക്സിൻ കിട്ടുന്നില്ല. പിന്നെ വാക്സിൻ കിട്ടിയിട്ടോ വാക്സിൻ അടിച്ച ആളുകൾ എത്ര കുട്ടികൾ ഉൾപ്പെടെ മരണപ്പെട്ടു. അടുത്തും വാക്സിൻ കുത്തിവെപ്പ് നടത്തിയതിന് ശേഷം ഇവിടെ ആളുകൾ മരണപ്പെടുകയാണ്. ഈ സർക്കാരിൽ നിന്ന് രക്ഷപ്പെടാൻ കേരളത്തിലെ ജനങ്ങൾക്ക് ഒരു വാക്സിൻ കൊടുക്കേണ്ട അവസ്ഥയാണുള്ളത് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. ആ ദുരവസ്ഥക്കെതിരെ നിങ്ങൾ നടത്തുന്ന സമരം അതൊരു ജനങ്ങൾക്ക് വേണ്ടിയുള്ള പോരാട്ടമാണ്. ഈ പോരാട്ടത്തിന് തുടർച്ച ഉണ്ടാകും. തിരിഞ്ഞു നോക്കാത്ത, സാധാരണക്കാരന്റെ വേദനയെ ഗൗനിക്കാത്ത, അവന്റെ പ്രയാസങ്ങളിൽ ഇടപെടാത്ത കേരളത്തിന്റെ ആരോഗ്യരംഗം കാലാകാലങ്ങളായിട്ടുണ്ടാക്കിയ നേട്ടങ്ങളെ അതിനെ തകർത്ത് തരിപ്പണമാക്കുന്ന ഈ ഗവൺമെന്റിന്റെ ചെയ്തികളെ നമ്മൾ ചോദ്യം ചെയ്യും. ജനങ്ങളെ അണിനിരത്തി ചോദ്യം ചെയ്യും. ഞാൻ പറയുന്നു, ഗവൺമെന്റിന് ഇവിടുത്തെ ജനങ്ങളുടെ പിന്തുണ മാത്രമല്ല, ഇവിടുത്തെ പ്രതിപക്ഷ പ്രസ്ഥാനങ്ങളുടെ പ്രവർത്തകരുടെ പിന്തുണ മാത്രമല്ല, ഗവൺമെന്റിന് അവരുടെ പാർട്ടി പ്രസ്ഥാനങ്ങളുടെ ആശയങ്ങളേറ്റുന്ന സഖാക്കളുടെ പിന്തുണ പോലും നഷ്ടപ്പെട്ട അവസ്ഥയാണ് എന്ന് ഹാരിസ് ചിറക്കൽ എന്ന ഡോക്ടറെ എന്ന് ഞാൻ പറയില്ല, അതിന്റെ മുമ്പേ ഹാരിസ് ചിറക്കൽ എന്ന സഖാവിന്റെ പോസ്റ്റ് നിങ്ങളോട് വിളിച്ചു പറയുന്നുണ്ട്. നിങ്ങൾ കണ്ണ് തുറക്കാത്ത കാത് കേൾക്കാത്ത നിങ്ങളെ ഈ ഭരണകൂടത്തെ കേരളത്തിലെ ജനങ്ങൾ അറബിക്കടലിൽ താഴ്ത്തും. എന്നാലേ ഒരു മോചനം കേരളത്തിന് സാധ്യമാവുകയുള്ളൂ. അതിനുവേണ്ടിയുള്ള പോരാട്ടം ജനങ്ങളെ അണിനിരത്തി മുന്നോട്ട് കൊണ്ടുപോയി ചെയ്യുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് വളരെ പെട്ടെന്ന് തീരുമാനിച്ചിട്ടും ഈ മഴയുൾപ്പെടെയുള്ള പ്രയാസങ്ങളൊക്കെ ഉണ്ടായിട്ടും മറ്റെല്ലാം മാറ്റിവെച്ച് പാവപ്പെട്ട രോഗികളുടെ അവസ്ഥക്ക് പരിഹാരം കണ്ടെത്തണമെന്ന ആവശ്യത്തോടെ ഈ സമരവേദിയിലേക്ക് കടന്നുവന്ന മുഴുവൻ പാർട്ടി പ്രവർത്തകരെയും കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിക്ക് വേണ്ടി സമരാഭിവാദ്യങ്ങൾ അറിയിച്ചുകൊണ്ട് ഈ സംഗമം, ഈ ധർമ്മസമരം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. നന്ദി, നമസ്കാരം. ജയ് ഹിന്ദ്, ജയ് കോൺഗ്രസ് പാർട്ടി.